ഈ പ്രവർത്തനത്തിൽ സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കായി സ്തോത്രം. അഭ്യുതകാംക്ഷികളായി വന്നിരിക്കുന്നവർക്കായി സ്തോത്രം. ഒരു വേദഭാഗം നമുക്ക് വായിക്കാം. കൊരിന്ത്യരെഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായത്തിലെ 20-ാമത്തെ വാക്യം. 2 കൊരിന്ത്യർ 5:20. ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാർത്ഥികളായി ദൈവത്തോട് തിരുവരുമെന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. ക്രിസ്തുവിന് പകരം, ക്രിസ്തുവിന് പകരം വിളിക്കുന്ന എല്ലാ വേലക്കാരോടും ഞാൻ ഓർമ്മിക്കുന്നു, നമ്മളെ ദൈവം ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും തെരുക്കളിലും ആക്കിയിരിക്കുന്നത് ക്രിസ്തുവിന് പകരമാണ്. യേശു ക്രിസ്തുവിനെയും കുരിശിൽ ചുമന്നുകൊണ്ട് നമ്മുടെ പട്ടണങ്ങളിലൂടെയും നമ്മുടെ രാജ്യത്തോടെ വരികയില്ല. എന്നാൽ അതിന് പകരം ക്രിസ്തുവിന് പകരം ആ ചിന്ത നിങ്ങളുടെ അടിയിൽ ഹൃദയത്തിന്റെ അന്തർഭാഗത്തെ പോകണമെന്ന് എനിക്ക് വിഷയം. ഞാൻ ക്രിസ്തുവിന് പകരമാണ് 1997 ജീവിക്കുന്നതെന്ന് ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് നിശ്ചയമുള്ളവർ മാത്രം വലത്തെ കയ്യിൽ നോക്കി ഒന്നിച്ചൊരു സ്തോത്രം പറയാം. ക്രിസ്തുവിന് പകരമായി ഉയർത്തുന്നതിന് കർത്താവ് സ്വർഗത്തിലേക്ക് എന്നപ്പോൾ കോടി കോടി ദൂതന്മാര് ഞങ്ങള് ഭൂമിയിലൊക്കെ പോയി നിന്റെ നാമത്തിൽ പാപമോചനം ഉണ്ട് എന്നുള്ളത് പറയട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ദൂതന്മാരോട് കർത്താവ് ആ ശിശുവിടെ ഞാൻ നിങ്ങളെ അന്വേഷിക്കുന്നു, എന്റെ ചോരയാൽ കഴുകപ്പെട്ടവരായി ഉള്ള ഒരു കൂട്ടം പാവപ്പെട്ട ലോകത്തിലുണ്ട്. അവരാണ് ഈ മഹത്വമുള്ള സുവിശേഷ ലോകത്തൊക്കെ രണ്ടുകൊണ്ട് പറന്ന്, രണ്ടുകൊണ്ട് മുഖംമൂടി, രണ്ടുകൊണ്ട് കാൽമൂടിക്കൊണ്ട് സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ 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 എന്ന് ആർക്കപേക്ഷിക്കുന്ന ദൂതന്മാര് ഇങ്ങോട്ട് ഞാൻ ചോദിച്ചിരിക്കും മറുപടി ഉൾപ്പെടെ എത്ര പേരുണ്ട് സ്വർഗത്തിൽ? അവിടെ ശങ്ക എന്ന് പറഞ്ഞു ഉറച്ചു പറയാം. അവിടെ ശങ്ക എന്ന് പറഞ്ഞു 1000 കോടി കോടി 1000 കൊണ്ട് ഗുണിച്ചേച്ച് ആ ഗുണത്തെ കോടി കൊണ്ട് ഗുണിച്ചേച്ച് അതേ കോടി കൊണ്ട് ഗുണിച്ചിട്ട് ഓടാനോ ദൈവം നിൽക്കുന്നുണ്ട്. അവരെ ആരെയും ഈ ശിശുവിനെ അവരൊക്കെ രക്ഷപ്രായക്കാരുടെ ശുശ്രൂഷയ്ക്ക് അയക്കപ്പെടുന്ന സേവകന്മാർ. ഈ മഹത്വമേറിയ സുവിശേഷം ഏൽപ്പിച്ചത് തന്റെ ചോരയാൽ കഴുകപ്പെട്ട നിന്നെയും എന്നെയുമാണ്. അന്ധകാരത്തിൽ നിന്ന് അത്ഭുതപ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സദ്ഗുണങ്ങളെ പോഷിപ്പാട്ട ഗുണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവും സ്വന്തം ജനം യേശുവിന്റെ സ്വന്തം ജനം. ഗബ്രിയേലും മിഖായേലും അബ്ദിയേലും ഉറിയേലും അക്രോസന്മാരും വൈദ്യന്മാരും ഓരോവാസന്മാരുമല്ല, അവന്റെ സ്വന്തം ജനം. അവന്റെ ചോരയാൽ കഴിയപ്പെടുന്നില്ല. ഈ മഹത്വമുള്ള സുവിശേഷം ദൈവം ഏൽപ്പിച്ചത് നമ്മളെ. അതുകൊണ്ട് നമ്മളെ ഏൽപ്പിക്കുന്ന ഈ മഹത്വമേറിയ ശുശ്രൂഷയെ കുറിച്ച് ബോധമുള്ളവരായിരിക്കും. ലോകപ്രസിദ്ധനായ ബില്ലി ഗ്രഹാമിന്റെ അടുക്കൽ കഴിഞ്ഞിടയ്ക്ക് അമേരിക്കൻ ജനതയുടെ നല്ല ഭാഗം വന്ന് അമേരിക്കയുടെ പ്രസിഡന്റായിട്ട് ഇരിക്കണം എന്ന് പറയുന്നു. നമ്മുടെ ഒരു പദവിയല്ലേ അമേരിക്കയുടെ പ്രസിഡന്റ് ആകാനായിട്ട്? ബില്ലി ഗ്രഹാം പറഞ്ഞ മറുപടി എന്തെന്നറിയാമോ? ഇതിനേക്കാൾ എത്രയോ വലിയൊരു ശുശ്രൂഷയാണ് ദൈവം എനിക്ക് തന്നിരിക്കുന്നത്. ഈ വലിയ ശുശ്രൂഷ വേണ്ടാന്ന് വെച്ചിട്ട് അമേരിക്കയുടെ പ്രസിഡന്റ് ആകാൻ ലാഭനീയത.
അമേരിക്കയുടെ പ്രസിഡന്റ് എന്നുള്ള സ്ഥാനം വലുതാണെങ്കിലും അതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠമായ സൃഷ്ടിയാണ് സ്വർഗത്തിലെ ദൂതന്മാരോടും കുടിഞ്ഞു നോക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വലിയ ശുശ്രൂഷയാണ് നിങ്ങളെയും എന്നെയും ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോസ്തലരുടെ പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യം. ഞാൻ പറയുന്ന വാക്യങ്ങളാണെങ്കിൽ എടുത്ത് ഉച്ചത്തിൽ വായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. അപ്പോസ്തലരുടെ പ്രവൃത്തി 1-ന്റെ 8. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം. നമ്മുടെ വയൽ എവിടെ വരെയാ? എവിടെ വരെയാ? ഭൂമിയുടെ അറ്റം വരെ. നമുക്ക് തന്നിരിക്കുന്ന വയല് ഇന്ത്യ മാത്രമല്ല, വടക്കേ ഇന്ത്യ മാത്രമല്ല, മലബാർ മാത്രമല്ല, ഭൂമിയുടെ അറ്റത്തോടുമെന്ന് ശ്രമം. ഞാൻ വരുന്നത് കർത്താവ് വരുന്നതിന് മുമ്പായി ഈ സുവിശേഷം സാക്ഷ്യമായി ഭൂലോകത്തൊക്കെ ബോധിക്കപ്പെടണം. കർത്താവിന്റെ വരവിന് മുമ്പ് ഈ സുവിശേഷം ഭൂമിയുടെ അറ്റങ്ങളോട് എത്തേണ്ടതാണ്. അതിനെ പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞപ്പോൾ വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല. ദേവാലയത്തിന്റെ പരിപാലിക്കൽ വരുന്നവരോട് ഭക്ഷിയോയിപ്പാൻ കൊണ്ട് ഇഷ്ടപ്പെടുന്ന ഒരു യൗവനക്കാരനോട് വലിയക്കാരനോട് ഞങ്ങളെ നോക്ക് എന്ന് പറഞ്ഞു. വല്ലതും കിട്ടുമെന്ന് വിചാരിച്ചവർ നോക്കിയപ്പോൾ പത്രോസ് പറഞ്ഞ മറുപടി ഓർമ്മയുള്ളവരാരെങ്കിലും പറഞ്ഞത്, വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല. നമുക്ക് ഈ സുവിശേഷത്തിന്റെ പുറകിൽ ഇതിനെ പിന്താങ്ങുവാനായിട്ട് വെള്ളിയും പൊന്നുമല്ല, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു. ഞങ്ങൾക്ക് വെള്ളിയും പൊന്നുമില്ല എന്ന ഞങ്ങൾക്ക് ഏതാണ്ട് ഉണ്ട്. എന്താ കുറച്ചു പറയാം, കുറച്ചു പറയാം. ഉയർന്നത് കർത്താവ്. ആമേൻ. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. എന്റെ നാമത്തിൽ നിങ്ങൾ ചോദിക്കുന്നതൊക്കെ പിതാവ് പുത്രൻ മകൻ കൊണ്ട് ചെയ്തു തരാമെന്ന ഉറപ്പേറിയ വാഗ്ദത്തം. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. ഒപ്പിട്ട ഒരു ചെക്ക് ഷീറ്റ് 25 ഷീറ്റുള്ള ഒരു ബുക്ക് തന്ന് അടിയിലെല്ലാം ഒപ്പിട്ടിട്ടുണ്ട്. ഉടമസ്ഥൻ പറഞ്ഞു, നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഈ ചെക്ക് ഷീറ്റിൽ എഴുതി വെച്ചാൽ മതി. ഞാൻ അടിക്ക് ഒപ്പിട്ടിട്ടുണ്ട്. നിങ്ങൾ അടുത്ത ബാങ്കിൽ അത് കൊണ്ടുവന്നാൽ നാട് കിട്ടും. ഒരിക്കലും ഞാൻ ഒപ്പിട്ടിരിക്കുന്ന ഈ ചെക്ക് ഷീറ്റ് ഇൻവാലിഡ് ആയിട്ട് പോവുകയില്ല. അടിക്ക് ഒപ്പുണ്ട്. സ്വർഗത്തിലെ ദൈവത്തിന്റെ പുത്രൻ സ്വർഗത്തിന് ഭൂമിയിലും സകലധികാരവും പ്രാപിച്ചവനായ യേശു ക്രിസ്തു നമ്മളെ അയക്കുമ്പോൾ ഞാൻ എല്ലാ നാട്ടിൽ കൂടെ ഉണ്ട്. എന്റെ നാമത്തിൽ നിങ്ങൾ ചോദിക്കുന്നത് ബാക്കി പറഞ്ഞാണ് കുറച്ച് പറയാം. ചോദിക്കുന്നത് ഓക്കെ, എന്റെ നാമത്തിൽ ചോദിക്കുന്നതൊക്കെ പിതാവ് പുത്രൻ മഹത്വപ്പെടുന്നത് ചെയ്തു തരും. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പുസ്തകം വായിച്ചുകൊണ്ട് വളരെ സന്തോഷം. യോഗത്തിന് പോകാൻ തുടങ്ങിയ ഒരു ദൈവദാസനും ദാസിയും 3 വയസ്സും 5 വയസ്സും 7 വയസ്സുള്ള 3 കുഞ്ഞുങ്ങളെ കോട്ടയത്തെ മുട്ടമ്പലത്ത് നടന്ന സംഭവമാണ്. ഒരു വീടിന് അവരുടെ താമസിക്കുന്ന വീടിനെ മുറിക്കെടുത്തിട്ട് ആഹാരമൊക്കെ കൊടുത്ത് സന്ധ്യയ്ക്ക് യോഗത്തിന് പോവുകയാണ്. പുറത്ത് നിന്ന് കഥക് കൂട്ടി കുഞ്ഞുങ്ങൾ ഇറങ്ങി പോകാതിരിക്കാൻ ഇവിടെ കിടന്നോളെന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും ഇളയ കുഞ്ഞിനെ തോളിലെടുത്തുകൊണ്ടുണ്ട് യോഗത്തിന്. യോഗമൊക്കെ കഴിഞ്ഞ് രാത്രി ഒരു 10 മണിയായപ്പോൾ
മടങ്ങി വന്ന് കഥക് തുറന്നപ്പോ കണ്ട കാഴ്ച വളരെ ദയനീയമായി. ഈ 3 കുഞ്ഞുങ്ങളും മുറിയുടെ 3 ഭാഗത്ത് കിടന്നുറങ്ങുന്നു. ഇവിടെ നടുവിലൊരു മൂർഖൻ പാമ്പ് അത് ഉറങ്ങുന്നു. ഇത് കണ്ടപ്പോൾ സഹോദരി പെട്ടെന്ന് വിഷമിച്ചപ്പോൾ വിഷമിക്കാതിരിക്കുന്നവ പ്രാർത്ഥിക്കാം. ആ ഭർത്താവ് ഭാര്യയോടുകൂടി ഇന്ന് ദൈവമേ ഈ കുഞ്ഞുങ്ങളെ വിടുവിച്ചതിനായ സ്തോത്രം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഈ പാമ്പ് മൂർഖൻ പാമ്പ് ഇവർ തുറന്ന് കയറി വന്ന് വാതിൽക്കൂടെ ഇറങ്ങി ഓടിപ്പോയി. 3 കുഞ്ഞുങ്ങൾക്കും ഒരു കേട്. യഹോവയുടെ ദൂതന്റെ ഭക്തന്മാരുടെ ചുറ്റും പാടയിറങ്ങിയവരെ ആ ദൈവത്തിന് പേര് സുവിശേഷമായി പോകുമ്പോൾ ഓർക്കണം, ദൈവത്തിന്റെ ദൂതന്മാർ. Praise the Lord. Praise the Lord. Praise the Lord. ഇന്ത്യയുടെ കൂടുതലും വീതികളിൽ ഈ സുവിശേഷമായി ഇറങ്ങിപ്പോകുന്ന അംബാസഡേഴ്സ്, സ്ഥാനാധിപതികൾ ക്രിസ്തുവിന് പകരം പോകുമ്പോൾ ഓർക്കേണ്ടത് സ്വർഗത്തിലെ ദൂതന്മാര് ഞങ്ങൾക്ക് കാവലും. Praise the Lord. ഈ കാവലും പരിപാലനവും അനുഭവിച്ചറിയുന്ന ദൈവങ്ങൾക്കായി ഞാൻ ദൈവത്തെ സുവിശേഷം നടത്തുന്നതിന് പോയ വഴിയിൽ എവിടെ വെച്ചെങ്കിലും അടികളുള്ളവരോട് ഇത് കഴിയുന്നു. 2 സുവിശേഷമായി പോയ വഴിക്ക് മുഖത്ത് തുപ്പല് ഏറ്റുള്ളവർക്ക് സുവിശേഷമായി പോകുമ്പോൾ കൊല്ലാനായിട്ട് കിട്ടാരിയുമായി രാത്രികാലങ്ങളിൽ ചാടി വന്നിട്ടുള്ള അനുഭവങ്ങളോട് കൈവരുത്തിയാണ്. സുവിശേഷമായി പോയിട്ട് പട്ടിണി കിടക്കേണ്ടി വന്നിട്ടുണ്ട്. സുവിശേഷമായി പോയിട്ട് കിടക്കാൻ പായില്ല, നിലത്ത് കിടക്കേണ്ടി വന്നിട്ടുണ്ട്. സുവിശേഷമായി പോയിട്ട് കല്ലേറ് കൊണ്ടുണ്ട്. സുവിശേഷമായി പോയിട്ട് പേപ്പട്ടി പോലെ റോഡെ ഓടിച്ചിട്ടുള്ള അങ്ങനെ ഓടിപ്പോയിട്ട് വന്നിട്ടുണ്ട്. കയ്യുണ്ട് പേപ്പട്ടി ഓടിക്കുന്നത് പോലും ഓടിപ്പോയി. സുവിശേഷമായി പോയിട്ടുള്ളപ്പോൾ കയ്യിൽ ഒരു പൈസയും ഇല്ലാതെ വിഷമിച്ചിട്ടുള്ളവരുടെ മുൻകൈ. ഈ അനുഭവമൊക്കെ യേശുവിനുണ്ടായിരുന്നു. കൃത്രിമപ്പണം വാങ്ങുന്നവര് നമുക്ക് ഇന്ന് സ്ഥാപന ജംഗമ വസ്തുക്കളുണ്ടെങ്കിൽ കട കൊടുത്താണ്. അന്ന് കർത്താവിന്റെ കാലത്ത് റോമാ ഗവൺമെന്റ് പ്രജയായി ഇരിക്കണമെങ്കിൽ കട കൊടുക്കും. 2 ബ്രഹ്മ ശിഷ്യന്മാരുടെ കരം വാങ്ങുന്നത് നിങ്ങളുടെ ഗുരുവിന് ചെയ്യാനുള്ള കരം കൊടുത്തിട്ടുണ്ടോ? 400 കരം കൊടുക്കും. ശിഷ്യന്മാരെ വിളിച്ച് ചോദിച്ചു, കരം കൊടുക്കുന്നത് മക്കളാണോ അന്യരാണോ? മക്കളല്ല, അന്യര്. നമ്മളിപ്പോ ദൈവത്തിന്റെ മക്കളാണെന്ന് പറഞ്ഞാൽ ഇവർ സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് അവർക്ക് ഇറച്ചി ഉണ്ടാകാതിരിക്കാൻ മറ്റുള്ളവർ നീ പോയി കടലിൽ ചൂണ്ടയിടും. ചതുർദ്രഹ്മ പറഞ്ഞ 4 ബ്രഹ്മ വായു കൊണ്ട് മീനിന്റെ കൂട്ട് നടക്കുന്ന ഒരു മീൻ വന്ന് ഇതിലെ കൂട്ടും. നീ അതെടുത്ത് ചതുർദ്രഹ്മം പണമെടുത്ത് എന്റെയും നിന്റെയും കര ചെയ്യാനത്തെ കുറിച്ച് എന്റെ യേശു ഒരു ദ്രഹ്മയില്ലാതെ വിഷമിച്ചു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ മുഖത്ത് തൂക്കി അവന്റെ തലയിൽ മുഴുകിരുന്ന് ചടിച്ചു. കണ്ണുകെട്ടി അവന്റെ ചെവിട്ട് തടിച്ചു. അവന്റെ വസ്ത്രം അഴിച്ചു.
ഈ അനുഭവങ്ങളൊക്കെ ഉണ്ടായ ആളിന്റെ പകരമാണ് എന്റെ 14-ാമത്തെ വയസ്സിൽ കർത്താവിന് സുവിശേഷം അന്വേഷിച്ചു. എന്റെ 12-ാമത്തെ വയസ്സിലാണ് ഞാൻ രക്ഷിക്കുന്നത്. 13-ാമത്തെ വയസ്സിൽ സ്നാനം, 14-ാമത്തെ വയസ്സിൽ പരിശുദ്ധാത്മാഭിഷേകമാണ്. അതിനുശേഷം ഭയങ്കരമായ ടൈഫോയിഡ് രോഗം പിടിച്ചു. കർത്താവിനോട് പറഞ്ഞു, മകനെ, നീ എന്റെ സാക്ഷിയായി വേല ചെയ്യാമെങ്കിൽ ഈ മരണത്തിൽ ഞങ്ങൾ 6 മക്കളാണ്. എന്നെ ഒരുത്തനെ മാത്രമേ അപ്പച്ചൻ ഇംഗ്ലീഷ് സ്കൂളിൽ വിട്ടു. എനിക്ക് 1 വയസ്സുള്ളപ്പോൾ എന്റെ അപ്പച്ചൻ സ്നാനപ്പെട്ടതാണ്. ഞാൻ വിചാരിച്ചു എന്റെ അപ്പൻ എന്നെ മാത്രം ഇംഗ്ലീഷ് സ്കൂളിൽ വിട്ടത്. ആ കാലത്ത് ഞങ്ങളുടെ കുടുംബത്തിലെ പലത് മെസ്സോപ്പൊത്തേമിയയിലും ജർമ്മനിയിലൊക്കെ പോയി ജോലി ചെയ്ത് പണം സമ്പാദിച്ച് വീട്ടിലയക്കുന്നുണ്ട്. അതിനായിരിക്കും എന്റെ അപ്പൻ എന്റെ ഇംഗ്ലീഷ് സ്കൂളിൽ വിട്ടെന്ന് ഞാൻ വിചാരിച്ചു. കർത്താവിനെ വേല ചെയ്യാമെങ്കിൽ ചിന്തിക്കാമെന്ന് കർത്താവ് പറഞ്ഞപ്പോൾ അപ്പച്ചൻ പുറത്തു പോയിരിക്കുകയായിരുന്നു. വന്നപ്പോൾ അപ്പച്ച ആ കർത്താവിനെ വേല ചെയ്യാൻ കർത്താവിനെ വിളിക്കുന്ന അപ്പച്ചന് സമ്മതമുണ്ടോ എന്ന് ചോദിച്ചു. മകനെ, ഞാൻ നിന്നെ മാത്രം ഇംഗ്ലീഷ് സ്കൂളിൽ വിടുന്നത്. എനിക്ക് തമിഴും മലയാളവും അറിയാം. ഞാൻ പോയിട്ടില്ലാത്ത രാജ്യങ്ങളിലൊക്കെ പോയി നീ സുവിശേഷം പറയണം. അതിനാണ് നിന്നെ ഞാൻ ഇംഗ്ലീഷ് സ്കൂളിൽ വിട്ടത്. ഞാൻ ആമേ എന്ന് പറഞ്ഞു. ദൈവദാസന്മാരെ എനിക്ക് വേണ്ടി കട്ടിൽ എന്നെ 2 പേരെ എഴുന്നേൽപ്പിച്ചിരുത്തി എന്റെ തലയിൽ എണ്ണ പൂശി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ യാക്കോബ് ലേഖനത്തിലെ വാക്യം വായിച്ച്, നിങ്ങൾ രോഗിയായിരിക്കുന്ന സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ, എണ്ണ പൂശി പ്രാർത്ഥിക്കട്ടെ എന്നുള്ള വാക്യം വായിച്ച് നീ വിശ്വസിക്കുന്നു ചോദിച്ചു. ഞാൻ പറഞ്ഞു, എണ്ണ പൂശി രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ കണ്ടിട്ടില്ല. എന്നാൽ വേദപത്രത്തിലുള്ളതാണ് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. എന്നെ 2 പേരെ ഇടവും മലവും പിടിച്ചെഴുന്നേൽപ്പിച്ചിരുത്തി തലയിൽ എണ്ണ പൂശി പ്രാർത്ഥിച്ചു. പ്രാർത്ഥിക്കുമ്പോൾ അമാനുഷികമായ ശക്തി എന്ന് വരുന്നു. ഞാൻ ആ കെട്ടിൽ തനിയെ എഴുന്നേറ്റു. മുറിയിൽ അങ്ങോട്ടിങ്ങോട്ട് നടന്നു. ആ മുറിക്കകത്ത് അന്യഭാഷ വ്യാഖ്യാനവും നൃത്തവും എല്ലാം ഉണ്ടായി. കർത്താവ് സൗഖ്യമാക്കി. ഒരു 50 വാര അകലെയായിരുന്നു കിണർ. അവിടെ വരെ എന്നെ പിടിച്ചുകൊണ്ട് പോയി തലയിൽ പച്ചവെള്ളം കോരി ഒഴിച്ച് കുളിപ്പിച്ചു. മടങ്ങി വന്നു. എനിക്കിത് വിശക്കുന്നു എന്ന് അമ്മച്ചിയോട് പറഞ്ഞു. അമ്മച്ചി എന്നെ കഞ്ഞി ഉണ്ടായിക്കൊണ്ടു. എന്നെ ഇങ്ങനെ പച്ചവെള്ളത്തിൽ കുളിപ്പിച്ചു എന്നറിഞ്ഞപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിൽ ആയുർവേദ വൈദ്യന്മാർ ഒട്ടുവളരെയുള്ളൂ. മാടൂർ വൈദ്യന്മാര്, പഴമ്പുള്ളി വൈദ്യന്മാര്, തോട്ടത്തി വൈദ്യന്മാര്, ഞാൻ പല വൈദ്യന്മാരുണ്ട്. അവർ പറഞ്ഞു, അയ്യോ ഭ്രാന്തല്ലേ കാണിച്ചത്. ടൈഫോയിഡായിട്ട് 2 ആഴ്ച കിടന്ന കൊച്ചിനെ പച്ചവെള്ളത്തിൽ പോലെ കുടിപ്പിച്ചില്ലേ. 2 മണിക്കൂറിനകം കോട്ട് വന്ന് ആ ചെട്ടിൽ ചാകും. എന്നാൽ സ്വർഗത്തിലേറി ഇവിടുന്ന് സൗഖ്യമായിരുന്നു. കർത്താവിന് പൂർണ്ണമായി സൗഖ്യമാണ്. പിന്നെ പാസ്റ്ററെ പ്രകാരം ഉഗ്രസാഹിബ്, അതിശയം തങ്കയ്യ, ഈ ദേവദാസന്മാരുടെ കൂടെ ശനി ഞായറും പല സ്ഥലങ്ങളിൽ പോയി കർത്താവിനെ സാക്ഷിച്ചു വന്നു. 16-ാമത്തെ വയസ്സിൽ ഹൈസ്കൂൾ പാസ്സായ ശേഷം ഉഗ്രസാഹിബിന്റെ പേര് സ്കൂളിലും മൂസാറിന്റെ പേര് സ്കൂളിലും 2 വർഷക്കാലം 3 മാസം കൊണ്ട് പേര് സ്കൂളിൽ പഠിച്ച ശേഷം കർത്താവിന് കൃപയാണ്. കഴിഞ്ഞ 68 വർഷമായി ലോകത്തിന്റെ പല കോണുകളിൽ പോയി ഉയർത്തുന്ന കർത്താവിന് സാക്ഷ്യം വഹിക്കുകയാണ്. ചെറിയരോട് വലിയരോട് സാക്ഷി കൊടുക്കുന്നു. എന്റെ മുഖത്ത് സുവിശേഷമായി പോയപ്പോൾ മുഖത്ത് തുപ്പിയിട്ടുണ്ട്. കന്നത്തെ വലിച്ചടിച്ചിട്ടുണ്ട്. കസേര എടുത്ത് എന്റെ തലയ്ക്ക് തലയെ കൊല്ലാൻ നോക്കിയിട്ടുണ്ട്. കല്ലുകൊണ്ട് എറിഞ്ഞിട്ടുണ്ട്. പേപ്പർ ടേപ്പ് പോലെ ഓടിച്ചിട്ടുണ്ട്. വീടിന് കല്ലെറിഞ്ഞിട്ടുണ്ട്. കടാരിയുമായി കൊണ്ടുപോകാൻ രാത്രിയിൽ മുന്നം ചാടിയിട്ടുണ്ട്. എന്നാൽ കർത്താവിന് സഹായം ലഭിക്കാൻ ഇന്നും നിൽക്കുന്നു. എന്റെ കർത്താവ് എനിക്ക് വേണ്ടി നിയമിക്കുന്ന സമയത്തിന് 1 മിനിറ്റ് മുമ്പ് മരിക്കയില്ല. കർത്താവ് നിയമിച്ചിട്ട് സമയം കഴിഞ്ഞാൽ വീട്ടിൽ പോകുന്നത് സന്തോഷം. മാങ്ങ പഴുത്തു കഴിഞ്ഞാൽ പിന്നെ മാവേ കിടക്കുന്ന നല്ല യജമാനെ വന്ന് എടുത്തെടുത്ത് ഫ്രിഡ്ജിലേക്ക് കൊണ്ടുവെക്കുക. എന്റെ ശിശുവിടെ തീർന്നാൽ പിന്നെ ഇവിടെ ഇരിക്കില്ല. എന്നാൽ ശിശുവിന് മുമ്പ് ആര് നോക്കിയാൽ ഞാൻ മാറിക്കയില്ല. ഈ ദൈവം എന്തുകൊണ്ടേക്ക് നമ്മൾ ദൈവമാണ്. ഈ ശിശു
കർത്താവിന്റെ വയലിൽ അധ്വാനിക്കുന്നവരായ ദൈവമക്കളെ, ഗോസ്പൽ ഇൻ ആക്ഷൻ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോടുമെന്ന് സാക്ഷികളാണ്. നിങ്ങൾ വീഡിയോ പഠിക്കാൻ സാധിച്ചില്ലെങ്കിൽ വിഷമിക്കേണ്ട. ഉയരത്തിലെ ശക്തി ലഭിക്കുമ്പോൾ നിങ്ങൾ സാക്ഷികളായിത്തീരും. ഇത് ഒരു കമ്പിയാണ് വിചാരിച്ച കമ്പി അല്ല കേട്ടോ. ഇത് ഒരു ഇലക്ട്രിസിറ്റിയുടെ കേന്ദ്രമാണെന്ന് വിചാരിച്ചു. ഈ കമ്പി ഇലക്ട്രിസിറ്റിയുമായി ബന്ധിച്ച് കഴിയുമ്പോൾ ഈ കമ്പി എന്താകും അറിയാം. തൊട്ടാ മതി എന്താക്കി കുറച്ചുകൂടി എന്ത് വരും? കറന്റ് വരും. ഇത് കറന്റ് വന്നാൽ പിന്നെ ഇത് തൊട്ടാൽ തൊടുന്നതിനൊക്കെ അടുത്താൽ വരും. ഉയരത്തിന്റെ ശക്തി നിങ്ങൾ നിങ്ങളെന്റെ സാക്ഷികളാകും. ആക്കുകയല്ല, ആകുക. അത് നമ്മളെ പര്യാപ്തരാക്കുന്ന ശക്തി. വിഷയം എന്താണ്? ഉയരത്തില് ശക്തി, സ്വർഗീയമോ ശക്തി. കടമുക്കവരായിരുന്ന പത്രോസും യോഹന്നാനും യാക്കോബും അന്ത്രയോസും ഉയരത്തില് ശക്തി പ്രാപിച്ചപ്പോൾ അന്നത്തെ റോമ ഗവൺമെന്റിനെ വെല്ലുവാൻ, പരീക്ഷ പ്രമാണികളെ വെല്ലുവിളിപ്പാൻ, യഹൂദ ജാതിയെ വെല്ലുവിളിപ്പാൻ അവനെ പ്രാപ്തരാക്കിയത് സ്വർഗത്തില് ശക്തി. ദൈവമക്കളെ സുവിശേഷമാണ് പോകുമ്പോൾ എന്തെല്ലാം പ്രതികൂല ശക്തികൾ ഉണ്ടായാലും ഭയപ്പെടരുത്. ക്രിസ്തുവിന് പകരം സ്ഥാനാധിപതികളാണ്. യേശുവിന് പകരം പ്രയാസങ്ങൾ സഹിക്കുമ്പോൾ വിശ്വാസത്തായനും പൂർത്തിവരുന്ന യേശുവിനെ നോക്കുക. അവൻ അപമാനം ലക്ഷ്യമാക്കി ക്രൂശിൽ സഹിക്കുകയും ദൈവസമാധാനം പ്രവർത്തനം തിരിക്കുകയും ചെയ്തു. നീ അടികൊണ്ടാൽ അടികൊണ്ട് യേശുവിനെ നോക്കുക, തുപ്പലേറ്റാൽ തുപ്പലേറ്റ് യേശുവിനെ നോക്കുക. സാക്ഷികളായി ലോകത്തിലെല്ലാ കോണുകളിലും പോകുവാൻ പ്രവർത്തിക്കുന്ന എല്ലാ പ്രവർത്തകരെയും നേതാക്കളെയും അനുഗ്രഹിക്കട്ടെ. ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. നമ്മുടെ പ്രയത്നം കർത്താവിൽ ബാക്കി പറഞ്ഞിട്ട് വ്യർത്ഥമല്ല. വ്യർത്ഥമല്ല. അനേക മടങ്ങ് പ്രതിഫലം ലഭിക്കുന്ന ശിശുവിനെയാകിയാൽ കർത്താവിന്റെ പേരിൽ എപ്പോഴും വർദ്ധിച്ചു വന്നവരും സുവിശേഷവുമായി ദൈവമായിരിക്കുന്ന എല്ലായിടങ്ങളിലും ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും നാട്ടുപുറത്തും വീടുതോറും ചന്തസ്ഥലത്തും കാണുന്ന എല്ലാവരോടും സുവിശേഷം അറിയിക്കും. ആമേൻ. നമ്മുടെ ശിശുഹൃദയിക്കാൻ ഒന്നുകൂടെ പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതയാത്രയാണ്. കർത്താവായ യേശുവിനെ സ്വർഗത്തിലും ഭൂമിയിലും സകലധികാരവും പ്രാപിച്ച ഉയർത്തുന്ന കർത്താവിന്റെ നാമത്തിൽ ഈ യോഗത്തെ ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു. കർത്താവെ, ഈ മതത്തോട് ശിശുക്കൾ ഏർപ്പെട്ടിരിക്കുന്നവർ എല്ലാവരും ഞങ്ങളുടെ കരങ്ങളിലേക്ക്